തത്സമയ അതുപോലെ തന്നെ ഒരു 12 വീടില്ലാത്തവർക്ക് അമ്മ കൊടുക്കാനായിട്ട് 12 വീട്, അത് സ്ഥലം, അതുപോലെ വികലാംഗർക്ക് ഒരു 100 പേർക്ക് വികലാംഗർക്ക് 3 ചക്രമുള്ള സൈക്കിള് നമ്മൾ കൊടുക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. ഇതൊക്കെയാണ് ഇന്നത്തെ തീരുമാനങ്ങൾ. 8 പേർക്ക് കൂടി നമ്മൾ കൈനീട്ടം ഇന്ന് പ്രഖ്യാപിച്ചു. മൊത്തം നമ്മൾ 118 പേർക്ക് 5000 രൂപ വെച്ച് കൈനീട്ടം ഇന്നത്തോടു കൂടി അത് 118 പേർക്ക് കൂടെ 118 പേരും കൂടെ അവർക്ക് കൊടുക്കാൻ തന്നെ നമ്മൾ തീരുമാനമെടുത്തു കഴിഞ്ഞു. വേറെ പ്രത്യേകിച്ച് നമുക്ക് ഒന്നുമില്ല അല്ലേ? ഉണ്ടോ? അതോ നിങ്ങൾക്ക് വല്ലതും ചോദിക്കാനുണ്ടോ? ഏത് വിഷയമാണ്? അല്ല അതിനെ പറ്റിയിട്ട് ഞങ്ങൾ സംസാരിച്ചു. പക്ഷെ അത് കൂടുതലായിട്ട് ഈ ഒരു പ്രശ്നം ഉണ്ടായ സമയത്ത് തന്നെ നമ്മളിവിടുത്തെ മുഖ്യമന്ത്രിയെയും അതുപോലെ അന്ന് ലോകനാഥ് ബെഹ്റ അദ്ദേഹത്തെയും വിളിച്ച് ഞാൻ സംസാരിച്ചതാണ്. ആദ്യം നമ്മൾ വിളിക്കുകയും അദ്ദേഹം അവരായിട്ട് സംസാരിച്ചു. ആ സമയത്ത് അവർ പറഞ്ഞു, ഇന്നസെൻ്റ് ഇനി ആവശ്യമില്ലാതെ ചാനലിലോ കാര്യങ്ങളോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും പറയരുത്, കാരണം അത് കേസിനെ ബാധിക്കും. അതിനുശേഷം പിന്നെയും നമ്മൾ മീറ്റിംഗ് കൂടി. നമുക്കൊക്കെ നമ്മുടെ അമ്മ എന്ന് പറയുന്ന സംഘടനയിൽപ്പെട്ട ആളുകളാണ്. അതുകൂടാതെ വേറെ അയാൾക്കും ഒരുപാട് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും നമ്മുടെ സംഘടനയിൽപ്പെട്ട ആൾക്കുണ്ടായിട്ടുണ്ട്. അവരൊക്കെ അമ്മയുടെ മക്കളാണ്. അവരുടെ കൂടെ നമ്മൾ എപ്പോഴും ഉണ്ടാവും. പിന്നെ ഇത് തന്നെ പറഞ്ഞ് ഇതിന് നിരാഹാരമോ സത്യാഗ്രഹമോ കാര്യങ്ങളുടെ ഒന്നും ആവശ്യമില്ല. അവർ പ്രതിയെ പിടിക്കേണ്ട ആളെ പിടിക്കുകയും, ഒരാളെ എന്നല്ല 1-2 ആളുകൾ അല്ലേ, 5 പേരെ അവർ പിടിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആവശ്യമില്ലാതെ അത്തരം കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. അതിനൊക്കെ ഇനി അതൊന്നും ശരിയായില്ല, എന്തെങ്കിലും ആവശ്യങ്ങൾ വേണമെങ്കിൽ നമ്മളതിന് മുന്നോട്ടിറങ്ങും എല്ലാവരും എന്നുള്ളത് ഞാൻ പറയുകയാണ്. വേറെന്താ? വേറെ പ്രത്യേകിച്ച് കൊടുക്കാം, ചാവി കൊടുക്കാം. ഇത് ഒരു ആംബുലൻസ് ആണ് കൊടുക്കുന്നത്. ആംബുലൻസിനകത്ത് ശുചിമുറി അടക്കമുള്ള തെരുവുകളിൽ നിന്നും വളരെ വൃത്തിഹീനരായവരെ അവരെ കുളിപ്പിച്ച് ഹോസ്പിറ്റലിൽ വണ്ടിയുടെ വില കഴിഞ്ഞ് 6.25 ലക്ഷം രൂപയോളം ഈ ഇത്തരം സൗകര്യങ്ങൾക്ക് ചെയ്ത് ആണ് ഈ ആംബുലൻസ് പണിതിട്ടുള്ളത്. വണ്ടിക്ക് ഒരുപാട് വിട്ടുവീഴ്ചകൾ ചെയ്ത് തന്നിട്ട് 10 ലക്ഷം രൂപ വണ്ടിക്കുമായിട്ടുണ്ട്. അങ്ങനെ ഒരു 17 ലക്ഷം രൂപയോളം മൊത്തം ചിലവാക്കിയിട്ടുള്ളൊരു വണ്ടിയാണ് നമ്മൾ മുരുകന് കൈമാറുന്നത്. അമ്മയുടെ പ്രസിഡന്റ് ശ്രീ ഇന്നസെന്റ് മുരുകന് അതിൻ്റെ താക്കോൽ നൽകുന്നതായിട്ട് ഒരു ചടങ്ങാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇന്നസെൻ്റ് താഴത്തേക്ക് ഇറങ്ങിയെന്ന് കുറച്ചുകൂടി ഇവിടെ മതിയോ? അവിടെ നല്ല മതിയോ? മുരുകനൊന്ന് മുരുകന് 2 വാക്ക് പറയണം. പറയാം. മലയാള സിനിമയിലെ നമ്മളെല്ലാവരും സ്നേഹിക്കുകയും ബഹുമാനത്തോടും കാണുന്ന ഏറ്റവും മികച്ചതും ഏറ്റവും നമ്മൾ സ്നേഹിക്കപ്പെടുന്നവരുമായ വ്യക്തികളുടെ ഇടയിൽ നിന്ന് ഇങ്ങനെ ഒരു കാര്യം
തെരുവിൽ ഉപേക്ഷിക്കപ്പെടുന്ന ആളുകളെ കിട്ടുമ്പോൾ അവരെ ഓട്ടോറിക്ഷക്കാരോ ബൈക്കുകാരോ അല്ലെങ്കിൽ കാറുകാരോ ഒന്നും കയറ്റൂല. അങ്ങനെ കിടക്കുന്ന ആളുകളെ എടുത്തുകൊണ്ട് പോകുന്നതിന് വേണ്ടി ഇങ്ങനെ ചെയ്ത ഈ നന്മയ്ക്ക്, സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും ബിഷപ്പിൻ്റെയും വേദനയുടെയൊക്കെ വിഷമം അറിയുന്ന ഈ സംഘടന ശരിക്കും അത് ചെയ്തത് നല്ലൊരു കാര്യമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. ദൈവത്തിന് നന്ദി പറയുന്നു. നന്ദി. എല്ലാവർക്കും ചായയൊക്കെ അറേഞ്ച് ചെയ്തുകൊണ്ട് കഴിക്കണം. കഴിച്ചിട്ടില്ല. എന്താണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ ഈ വിഷയങ്ങൾ എന്തെങ്കിലും ഇന്നത്തെ യോഗത്തിൽ ചർച്ച ചെയ്തിട്ടുണ്ടോ? ഇപ്പോ പല വാർത്തകൾ വരുന്നു, ഈ നടി ആക്രമിക്കപ്പെട്ട പല വാർത്തകളും ചാനലിലും അതുപോലെ തന്നെ പത്രത്തിലും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. അതിനെപ്പറ്റി നമ്മൾ ഇവിടെ കാര്യമായിട്ടുള്ളൊരു വിശദീകരണമോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. അമ്മ, ഞാൻ ആദ്യമേ പറഞ്ഞു, ഈ സംഭവം അറിഞ്ഞ വഴി ആദ്യം ഞാൻ വിളിച്ചത് മുഖ്യമന്ത്രിയാണ്, പിന്നെ ലോക്നാഥ് ബെഹ്റ അവർക്ക് വിളിച്ചു. അതിനുശേഷം നമ്മൾ അതിൻ്റെ മീറ്റിംഗ് നടത്തി. പിന്നെ ഇത് ജാഥയായിട്ടൊന്നും നമ്മൾ നടന്നിട്ടില്ല. നമ്മുടെയൊക്കെ മനസ്സിൻ്റെ അകത്തുണ്ട്. അതാ പറഞ്ഞത്, അമ്മയുടെ മക്കളാണ് അവരുടെ പിന്നിൽ ഞങ്ങൾ എന്നും അവരുടെ പിന്നിലുണ്ട്. മേലിൽ ഇങ്ങനെയുള്ള അക്രമങ്ങൾ വരാതിരിക്കണം, അതിനുള്ള കാര്യങ്ങളും ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. അമ്മയുടെ ആരും ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു പ്രസ്താവനയും നടത്തരുത് എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ കുറേ ദിവസങ്ങൾക്കുള്ളിൽ എത്രയോ ആളുകൾ പ്രസ്താവന നടത്തി. ആ നടിക്ക് എതിരെ അടക്കം എത്രയോ ആളുകൾ അമ്മയുടെ ഭാരവാഹികളടക്കം പ്രസ്താവന നടത്തി. അക്കാര്യത്തിൽ അമ്മയ്ക്ക് പ്രത്യേകിച്ച് നിലപാടൊന്നുമില്ലേ? അല്ല, അങ്ങനെ പ്രസ്താവനകൾ നടത്തി എന്ന് പറയുന്നത് ഞാൻ കണ്ടില്ല. അല്ല, ഫേസ്ബുക്കിലൂടെ നടിയുടെ പേര് എടുത്തുകൊണ്ട് വിമർശിച്ച പ്രശ്നമുണ്ടായി. അതുപോലെ ഈ നടിയെയും പ്രതിയെയും ചേർത്തുകൊണ്ട് നടത്തരുത്, ഭാരവാഹികളൊന്നും ആരും നടത്തിയിട്ട് പറഞ്ഞിട്ടില്ല. ദിലീപ് ഭാരവാഹിയാണ്. ആ കാര്യത്തിൽ അദ്ദേഹം എന്തെങ്കിലും ഖേദം പ്രകടിപ്പിച്ചിട്ടുണ്ടോ? നടിയും പ്രതിയും തമ്മിൽ സുഹൃത്തുക്കളായിരുന്നുവെന്ന് അദ്ദേഹം ഒരു ചാനലിന് നൽകിയ അഭിമുഖത്തിൽ പറയുകയുണ്ട്. ഈ കാര്യത്തിൽ അദ്ദേഹം എന്തെങ്കിലും ഖേദം പ്രകടിപ്പിച്ചിട്ടുണ്ടോ? അങ്ങനെ പറഞ്ഞു പോയി. ഞാൻ പറഞ്ഞത് നമ്മൾ കൂട്ടുകുടുംബം ശ്രദ്ധിക്കണം. ഒരുമിച്ച് വർക്ക് ചെയ്തിരുന്ന ആൾക്കാരാണ്. മമ്മൂട്ടിയിൽ പങ്കെടുത്ത ഒരു അംഗങ്ങൾക്കും തോന്നിയിട്ടില്ല. ആദ്യം തന്നെ ശ്രീ ഇന്നസെന്റ്, ശ്രീ മമ്മൂട്ടി അവരെല്ലാവരും നിങ്ങൾക്ക് എന്ത് ഇതുമായി ബന്ധപ്പെട്ട ഏത് മാധ്യമങ്ങളിൽ കാണുന്ന ഏത് വിഷയത്തിലുള്ള സംശയം ചോദിക്കാമെന്ന് ഞങ്ങൾ തന്നെ പറഞ്ഞിരുന്നു. ഈ ഉച്ചവരെ നടന്ന ചർച്ചയിൽ ആരും അങ്ങനെ സംശയങ്ങളൊന്നും, അവർക്ക് വിശ്വാസമുണ്ട്. ഈ സംഘടനയിലും ഇതിലെ അംഗങ്ങൾക്കും പരസ്പരം വിശ്വാസമുണ്ട്. ആ കൂട്ടായ്മയും ഐക്യം ഉണ്ടെന്നാണ് വിശ്വാസം. ഇപ്പോഴത്തെ അന്വേഷണത്തിന്റെ പോക്കിൽ സംഘടനയ്ക്ക് തൃപ്തിയുണ്ടോ? അല്ല, ഒരു സെക്കൻഡ് കഴിഞ്ഞല്ലോ. അല്ല, ഈ അന്വേഷണത്തിൽ ഇപ്പോഴത്തെ പോക്കിൽ സംഘടനയ്ക്ക് തൃപ്തിയുണ്ടോ? ചർച്ച ചെയ്തോളാൻ അങ്ങോട്ട് പറഞ്ഞു. പക്ഷെ അവർക്ക് ആർക്കും അതിനകത്ത് സംശയങ്ങൾ, ഈ സംഘടനയെ കുറിച്ചോ ഇതിലെ അംഗങ്ങളെ കുറിച്ചോ പരസ്പരം ആർക്കും ഒരു സംശയമില്ല. ഉണ്ടെങ്കിൽ ചർച്ച ചെയ്യുമല്ലോ. നിങ്ങൾ പറയുന്ന ആള്, ഈ അംഗം ഇന്ന് ഞാനായിട്ട് സംസാരിച്ചതാണ്. അല്ല, ഇപ്പോഴത്തെ ഈ അന്വേഷണത്തെ അമ്മ എങ്ങനെയാണ് കാണുന്നത്? അമ്മ ഇത് ഇവിടുന്ന് പുറത്തിറങ്ങിയപ്പോൾ പറഞ്ഞത് വിഷയം ഉന്നയിക്കുകയും ചർച്ച നടക്കുകയും ഉണ്ടായില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവരോട് ചോദിക്കാം. അത് തന്നെയാണ് അവരും പറഞ്ഞത്. തീർച്ചയായിട്ടും അതിന് ആരും ഉന്നയിച്ചില്ല. ഇപ്പൊ നിങ്ങൾ പറഞ്ഞ ആള് തന്നെ പറഞ്ഞു ചർച്ച ഉണ്ടായില്ല. അത് തന്നെയാണ് ഞങ്ങളും പറയുന്നത്. ചർച്ച ഉണ്ടായില്ല ഞങ്ങൾ പറഞ്ഞു. ഞാൻ തന്നെ സ്റ്റേജിൽ വന്ന് പറഞ്ഞു എല്ലാവരും ചോദ്യം ചോദിച്ചോളൂ, എന്ത് സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുന്നത് ഞാനാണ് ആവശ്യപ്പെട്ടത്. പക്ഷെ ആരും ചോദിച്ചില്ല, ആരും പറഞ്ഞില്ല. അപ്പൊ അമ്മ ഇതൊരു പ്രശ്നമായി കാണുന്നില്ല ഇപ്പോൾ ഉണ്ടാകുന്ന ഈ സംഭവങ്ങൾ? അതൊരു നിയമപ്രശ്നമല്ലേ? അല്ല, ഇപ്പൊ കോടതിയിൽ നടക്കുന്ന കാര്യങ്ങളാണ്, നമ്മൾ ഇവിടെ ഇരുന്ന് തീരുമാനിക്കുക. അത് എന്നോട് അന്ന് തന്നെ നമ്മുടെ ഈ പറഞ്ഞതുപോലുള്ള പോലീസ് ഉദ്യോഗസ്ഥനും മുഖ്യമന്ത്രിയും ഒക്കെ പറഞ്ഞതാണ്. കോടതിയിൽ പോകുന്ന കാര്യങ്ങൾ നമ്മൾ ആവശ്യമില്ല. ഞങ്ങൾ ദിലീപിനെ സംശയിക്കുന്നില്ല. ഞങ്ങളുടെ അംഗങ്ങളായ 2 പേർക്കുണ്ടായ ദുഃഖത്തിൽ ഞങ്ങൾക്ക് സങ്കടം. ഞങ്ങളാരും പറഞ്ഞതല്ല.
വ്യക്തമായിട്ട് ഞങ്ങൾക്കറിയാം എന്താണ് ഇത് ക്ഷമയുടെയൊക്കെ അവസാനമാണ്. ദിലീപ് എങ്ങനെ ഇവിടെ ഇരിക്കുന്നത്? അങ്ങനെ നിങ്ങൾ ഒരാളെ പട്ടിയെ പേപ്പട്ടിയാക്കി അതിനെ തല്ലിക്കൊല്ലുന്നത് ശരി, ആടിനെ പട്ടിയെ പേപ്പട്ടിയാക്കി തല്ലിക്കൊല്ലുന്നത് ശരിയല്ല. ദിലീപ് തെറ്റ്. നിയമവ്യവസ്ഥയുണ്ട് ഈ രാജ്യത്ത്. ആ നിയമവ്യവസ്ഥയിൽ പോലീസുണ്ട്. അവര് നോക്കും. ഞങ്ങൾ ഈ രണ്ടംഗങ്ങളെ ഈ വിഷമം അനുഭവിക്കുന്ന രണ്ടംഗങ്ങളെ ഞങ്ങൾ തള്ളിപ്പറയില്ല. ആരെന്ത് പറഞ്ഞാൽ രണ്ടുപേരും ഞങ്ങളുടെ മക്കളാണ്, ഞങ്ങൾ അമ്മയുടെ മക്കളാണ്. രണ്ടുപേരെ ഒരു കാരണവശാലും ഞങ്ങൾ തള്ളിപ്പറയില്ല. അവരുടെ വേദനയിൽ ഞങ്ങൾ ഒറ്റക്കെട്ട് കേട്ടല്ലോ, ഞങ്ങൾ തള്ളിപ്പറയില്ല. നിങ്ങൾ എന്ത് തലകുത്തി പറഞ്ഞാലും ഞങ്ങളുടെ അംഗങ്ങളായി രണ്ടുപേരെയും ഞങ്ങൾ മക്കളായിട്ട് കണ്ട് കൂടെ സൗകര്യങ്ങളെ കൊണ്ട് നടക്കും. ഞങ്ങൾ തള്ളിപ്പറയില്ല. അതിന് ആരും ശ്രമിക്കേണ്ട. ഈ സംഘടന പൊളിയുകയുമില്ല. ഒറ്റക്കെട്ടാണ് ഈ സംഘടന. ഞങ്ങളുടെ കൂട്ടത്തില് ഈ കുറുക്കൻ വേട്ടയാടുന്ന പോലെ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരുത്തനെയോ അല്ലെങ്കിൽ മറ്റൊരു ആൺകുട്ടിയോ പെൺകുട്ടിയോ ഒറ്റപ്പെടുത്തി കൊണ്ടുപോയി വേട്ടയാടി ചോര കുടിച്ച് തിന്നാൻ ആരെയും അനുവദിക്കില്ല. അമ്മ ഒറ്റക്കെട്ടായി ഞങ്ങളുടെ 2 മെമ്പർമാരെയും കൂടെയുണ്ട്. ഞങ്ങളുടെ പരിപാടിയുണ്ട്. അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. ഇല്ല അവര് ഞങ്ങൾക്ക് തന്ന അതൊന്നും പറയരുത്. അവര് ഞങ്ങൾക്ക് ഔദ്യോഗിക കത്ത് ഞങ്ങളിലുണ്ട്. ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ചർച്ച ചെയ്തു. വനിതാ സംഘടനയുടെ മെയിൻ ആൾ ഇവിടെ വന്ന് പറഞ്ഞു ഞങ്ങൾ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ നിങ്ങൾക്ക് എന്താണ് കുഴപ്പം? നിങ്ങൾ അവരോട് ചോദിക്കണം. വനിതാ സംഘടന ഞങ്ങളുടെ സഹകരണം അഭ്യർത്ഥിച്ചുകൊണ്ട് കത്ത് തന്നിരുന്നു. അത് ഇന്നലെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ചർച്ച ചെയ്തു. ഞങ്ങൾ അവരുമായി സഹകരിച്ചു പോകാൻ തീരുമാനിച്ചു. വനിതാ സംഘടന അമ്മയ്ക്കെതിരല്ല, ഫെഫ്കയ്ക്കെതിരല്ല, പ്രൊഡ്യൂസേഴ്സിനെതിരല്ല, ആർക്കും എതിരല്ല. സിനിമയിൽ വർക്ക് ചെയ്യുന്ന സഹോദരിമാരുടെ ഒരു കൂട്ടായ്മയാണ്. ആ കൂട്ടായ്മയെ ഞങ്ങൾ അംഗീകരിക്കുന്നു. അവരെ ഞങ്ങൾ പിന്തുണയ്ക്കുന്നു. അല്ല അതിൽ അമ്മയുടെ നിലപാട് പറഞ്ഞല്ലോ. അമ്മയുടെ നിലപാട് പറഞ്ഞു. ഈ രണ്ട് ദിലീപിനെ നല്ല ആരെയും ഒറ്റപ്പെടുത്തി വേട്ടയാടാൻ അമ്മ അനുവദിക്കില്ല. ഒരംഗത്തിന് ഞങ്ങളെന്ത് ചെയ്തു? സലീംകുമാർ വ്യക്തിപരമായിട്ട് പറഞ്ഞാണ്. വ്യക്തിപരമായിട്ട് പറഞ്ഞ് അദ്ദേഹം ഖേദം പ്രകടിപ്പിച്ചു. അതവിടെ കഴിഞ്ഞു. അദ്ദേഹം ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു. അദ്ദേഹം പിൻവലിച്ചു, ഖേദം പ്രകടിപ്പിച്ചു. അതിനകത്ത് ഞങ്ങൾക്ക് ഉത്തരവാദിത്തമില്ല. സലീംകുമാറിന്റെ അഭിപ്രായം സലീംകുമാറിൻ്റെതാണ്. എന്ത് തന്നെ പറഞ്ഞാലും ഞങ്ങളുടെ അംഗങ്ങളെ ഞങ്ങളുടെ അംഗങ്ങളെ അമ്മ തള്ളി പറയില്ല. അമ്മ ഒറ്റക്കെട്ടാണ്. നിങ്ങൾ ഒന്നും ചോദിക്കണ്ട. എന്ത് ചോദിച്ചാലും ഉത്തരവ് ഒരു ഇതുമില്ല. ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നമില്ല. ഞങ്ങളുടെ അംഗങ്ങളെ ഞങ്ങൾ സംരക്ഷിക്കും. അത് ഞങ്ങളുടെ ചുമതലയാണ്. അതിനാണ് ഈ സംഘടന. ഞങ്ങളുടെ ബൈലോയിൽ പറയുന്നത് അതാണ്. എന്ത് തർക്കിച്ചിട്ടും കാര്യമില്ല. തീരുമാനം വ്യക്തമായിട്ട് പറഞ്ഞു. ഞങ്ങൾ ഒറ്റക്കെട്ടാണ്. അതിവിടെ നിങ്ങൾ എല്ലാവരും ഇരിപ്പുണ്ട്. ആരും പിരിഞ്ഞു പോയിട്ടില്ല. ഞങ്ങൾ ഒറ്റക്കെട്ടാണ്. ഞങ്ങൾ മീറ്റിംഗ് കഴിഞ്ഞു. ഇതാണ് പ്രസ്. താങ്ക് യു ഫോർ എവരിബഡി. ചായ കുടിച്ചിട്ട് പോകണം കേട്ടോ.